ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അപ്പുവിനെ റെഡിയാക്കുകയാണ് അവന്റെ മിനിയമ്മ. കൃഷ്ണവേഷം കെട്ടിയൊരുങ്ങി അവന്റെ കൂട്ടുകാർ കലപില ബഹളം കൂട്ടി അവനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. കസവ് കരയുള്ള ചേല ചുറ്റി മാലയിട്ട് ഓടക്കുഴലുമായി നിൽക്കുന്ന അപ്പുവിനെ കണ്ടിട്ട് മിനിയമ്മയുടെ മനസ്സ് നിറഞ്ഞു. രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. മിനിയമ്മ വേഗം ബാഗ് തുറന്നു. അയ്യോ അപ്പു, അമ്മയുടെ ടിഫിൻ എടുക്കാൻ മറന്നല്ലോ. ശർക്കരയും തേങ്ങയും വിളയിച്ചുണ്ടാക്കിയ ഇലയുടെ മുഴുവൻ അപ്പുവിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവൻ അമ്മയെ നോക്കി എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഘോഷയാത്ര തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിയതും അപ്പുവും കൂട്ടുകാരും ഓടക്കുഴലെടുത്ത് ഓടാൻ തുടങ്ങി. അപ്പു പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഉറക്കെ വിളിച്ചു, യശോദാമേ. മിനിയമ്മ ചിരിയോടെ കൈവീശി. യശോദയോ? ഇവന്റെ ഒരു കാര്യം. ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ഭാരം തോന്നിയിട്ട് അടപ്പ് തുറന്നപ്പോൾ മിനിയമ്മ ഞെട്ടിപ്പോയി. അതിൽ ഭംഗിയായി മടക്കി വെച്ച 2 ഇലയടകൾ ഉണ്ടായിരുന്നു. മിനിയമ്മ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ ഘോഷയാത്രയിൽ നിന്ന് അപ്പുവിന് ചുറ്റും ഒരു വെളിച്ചം മിന്നുന്നത് കണ്ടു. മിനിയമ്മയുടെ കണ്ണുകൾ കുടുകുടുകുടാ നിറഞ്ഞൊഴുകി. എൻ്റെ കൃഷ്ണ! ഏവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.